അപ്പോൾ ഒരു ക്രിസ്മസ് സമയത്ത് ഞങ്ങള് നിർഭാഗ്യവശാൽ ഒരുമിച്ച് കൂടി. അന്ന് ഓർമ്മയില്ലേ മോനെ? അന്ന് എനിക്കൊന്ന് ന്യൂ ഇയർ എന്തായിരുന്നു അല്ലേ? ഓർമ്മയില്ല. എന്താ നീ പറഞ്ഞു വരുന്നേ? അന്ന് ന്യൂ ഇയർ ആണ്. അപ്പൊ ഞങ്ങൾക്ക് എവിടെങ്കിലും പോണോന്നുണ്ട്. ഞങ്ങൾ എവിടെയും ബുക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എവിടെ ഇൻവിറ്റേഷനും ഇല്ല. അപ്പൊ ഞങ്ങളൊരു ദിവസം രാത്രി, ഈ പറഞ്ഞ ദിവസം രാത്രി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പൊ നമുക്ക് എങ്ങോട്ടിലൊക്കെ പോവാം. ഇക്കയുടെ മുഖം കണ്ട ആരാ ഇൻവിറ്റേഷൻ തരാത്തെ? കൂട്ടത്തി ഞാനും കയറുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആത്മകഥാഗതം പറഞ്ഞു, ഇപ്പോഴാകുമ്പോ പ്രോഗ്രാം ഒക്കെ നല്ല ഹിറ്റ് ആയിട്ടിരിക്കുക, നമുക്ക് പോയി നമ്മുടെ മുഖം ഒന്ന് കാണിച്ച് ഇതാണ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാലോ. കാരണം പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ മുഖങ്ങൾ ഉപയോഗിച്ച് കാര്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ ഞങ്ങൾ പറഞ്ഞു ഈ ന്യൂ ഇയർ നമ്മളുടെ മുഖം നമ്മളെ നിരാശപ്പെടുത്തത്തില്ല, ഇല്ല നമുക്ക് പോവാന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഞങ്ങള് ഹോട്ടലിന്റെ പേര് പറയുവാണെങ്കിൽ ഞങ്ങള് പിന്നെ 4 പോയിന്റ് ഷെർട്ടണി പോയി. ആദ്യം സോറി സാർ, ഇവിടെ ബുക്കിംഗ് ഫില്ലാണ്. ഞങ്ങൾ പറഞ്ഞു എന്തെങ്കിലും ഇല്ല സാർ, ഇവിടെ ഇല്ല സാർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ എന്നിട്ട് നേരെ ടോണിക്കോല് പോയി. ഞങ്ങൾ വിചാരിച്ചു അവിടെ അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒരു പട്ടി പോലും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് ഈ ഹോട്ടലിൽ കഴിഞ്ഞ ഏറ്റവും നല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ ടോണിക്കോയിൽ ഇന്ന് നല്ല ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിന്നെ അവിടുത്തെ സ്റ്റാഫുകളും വേറെ 4 പേരും അല്ലാതെ വേറെ ആരുമില്ല. സാധാരണ ദിവസം നന്നായി നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇനി ചിലപ്പോ ഈ കാക്കനാട് സൈഡ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് നേരെ എടപ്പള്ളിയിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ നേരെ എടപ്പള്ളി മാരിഡ് ചെന്നു. സാർ ഇവിടെ ഇൻവിറ്റേഷൻ അല്ലാതെ എൻട്രി പോലും ഇല്ല. മുഖം ഇങ്ങനെയൊക്കെ കാണിക്കും. എൻട്രി പോലും ഇല്ലാന്ന് പറഞ്ഞു. ഞങ്ങള് ആ വിഷമം, അതിന്റെ തൊട്ട് താഴെ ഒരു ക്രിസ്മസ് ട്രീ നിപ്പുണ്ട്. ഞാൻ എന്റെ ഫോട്ടോ എന്റെ ഫോണിലോട്ട് കാണിച്ചു തരാം. ഞങ്ങളവിടെ ഞാൻ ഇക്കയുടെ 2 ഫോട്ടോ എടുത്തു, ഇക്കയുടെ 2 ഫോട്ടോ എടുത്തു. കാരണം നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നാളെ പറഞ്ഞാൽ മനസ്സിലാണല്ലോ. അങ്ങനെ ഞങ്ങള് മാരിട്ട് ഇറങ്ങിയപ്പം ലേമറിഡിലേക്ക് പോയി. ഇല്ല, ലുലുവിൽ അത്യാവശ്യം തിരക്കുണ്ട്. ഞങ്ങളുടെ ലുലു കഥകൾ അങ്ങനെ കേട്ടോ. ഞങ്ങള് പ്രോഗ്രാം പിന്നെ ഏക്കുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി ലുലുവിലേക്ക് പോകും സാറേ. എന്നിട്ട് ഒരു 2 പേർക്ക് കൂടുതൽ മനസ്സിലായപ്പോൾ നമ്മൾ പറയും സാധനം കയറുന്നുണ്ട്, പ്രോഗ്രാം ഹിറ്റാ എന്ന് പറയാം. ഞങ്ങൾ ലുലുവിൽ പോയി ഒരു 2.25 മണിക്കൂർ ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ സാധാരണ ദിവസം നമ്മളെ ആരെങ്കിലുമൊക്കെ കണ്ടാൽ വന്ന് മിണ്ടുകയൊക്കെ ചെയ്യും. അന്ന് വന്ന് മിണ്ടിയ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ന്യൂ ഇയറിൻ്റെ തിരക്കായതുകൊണ്ടായിരിക്കും നമുക്ക് പയ്യെ പുറത്തോട്ടൊക്കെ ഇറങ്ങി വേറെ എവിടെയെങ്കിലും പോയാലോ. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചു, കൂട്ടുകാരൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ ലേമറിഡിയിൽ അത്യാവശ്യം നല്ലൊരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ലേമറിഡിയിൽ പോയി. അവരും പറഞ്ഞു സാർ അങ്ങോട്ടേക്ക് എൻട്രിയേ ഇല്ല, നിങ്ങൾ വേണം ഈ സൈഡിലാണ്, പൊതുവഴി അതാണ് ആ റെസ്റ്റോറന്റ് ആ സൈഡാണ്, അവിടെ പോയി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. എന്തിനേറെ പറയുന്നു, എറണാകുളത്തുള്ള ഹോട്ടൽ മുഴുവൻ ഞങ്ങൾ നടന്നു. അവസാനം ഞങ്ങൾ പുറപ്പെട്ട ഫ്ലാറ്റിൽ തന്നെ തിരിച്ചെത്തി.